എല്ലാവർക്കും ഹായ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓംസ് ലോയെക്കുറിച്ചാണ്. ലക്ഷ്യം: ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. എ. ഇലക്ട്രിക്കൽ പാരാമീറ്ററുകളുടെ അളവ്. ബി. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ ഓംസ് ലോ പ്രയോഗിക്കുന്നു. സി. ഗ്രാഫുകൾ ഉപയോഗിച്ച് പാരാമീറ്ററുകൾ തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്നു. ഓംസ് ലോ ഇത് എന്താണ് എന്ന് പതിവായി ചോദിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അഭിമുഖ ചോദ്യങ്ങൾ. കാരണം ഈ നിയമത്തിൽ സുപ്രധാനവും നിർണായകവുമായ നിരവധി വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്നു. ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാന നിയമത്തെ പ്രതിനിധീകരിക്കുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ എല്ലാ സാങ്കേതിക കാര്യങ്ങൾക്കും പിന്നിൽ ഓംസ് ലോ ആണ്. ജർമ്മൻ ശാസ്ത്രജ്ഞനായ സർ ജോർജ് സൈമൺ ഓം ആണ് ഓംസ് ലോ നൽകിയത്. വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് തുടങ്ങിയ അടിസ്ഥാന വൈദ്യുത പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ബന്ധം നൽകിയത്. ഓമിന്റെ നിയമം അനുസരിച്ച് സ്ഥിരമായ ഊഷ്മാവിൽ ഒരു കണ്ടക്ടറിലെ വൈദ്യുത പ്രവാഹം ചാലകത്തിൽ ഉടനീളമുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേരിട്ട് ആനുപാതികവും പ്രതിരോധത്തിന് വിപരീത അനുപാതവുമാണ്. I = V/R. കേസ് 1. ആദ്യം നമുക്ക് വോൾട്ടേജും കറണ്ടും ചർച്ച ചെയ്യാം. ഓംസ് ലോ അനുസരിച്ച് വോൾട്ടേജ് വൈദ്യുതധാരയ്ക്ക് ആനുപാതികമാണ്. V is proportional to I. വോൾട്ടേജ് കൂടിയാൽ കറണ്ടും കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ടും കുറയും. ലളിതമായി പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും സുഹൃത്തുക്കളെപ്പോലെയാണ്. നമുക്കിപ്പോൾ നിലവിലുള്ളതും പ്രതിരോധവും ചർച്ച ചെയ്യാം. ഓംസ് ലോ അനുസരിച്ച് വൈദ്യുതധാര പ്രതിരോധത്തിന് വിപരീത അനുപാതമാണ്. പ്രതിരോധം വർദ്ധിക്കുകയാണെങ്കിൽ കറണ്ട് കുറയുന്നു, പ്രതിരോധം കുറയുകയാണെങ്കിൽ കറണ്ട് വർദ്ധിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ കറണ്ടും പ്രതിരോധവും വിപരീതമാണ്. ഉദാഹരണം 1. വീട്ടിലെ വാട്ടർ ടാങ്ക് എപ്പോഴും ടെറസിന്റെ മുകളിലാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, പൈപ്പുകളിൽ വെള്ളമൊഴുകാൻ സാധ്യതയുള്ള ഊർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ ഊർജം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം സൃഷ്ടിക്കുന്ന ഉയരം അല്ലെങ്കിൽ EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോൺ ചലനത്തിന് ആവശ്യമായ ഊർജം ജലത്തിന്റെ ഒഴുക്ക് നിലവിലെ ഒഴുക്കിന് തുല്യമാണ്. കൂടുതൽ ഉയരം കൂടുതൽ സാധ്യതയുള്ള ഊർജവും കൂടുതൽ ജലപ്രവാഹവും സൃഷ്ടിക്കുന്നു. അതുപോലെ ഉയർന്ന വോൾട്ടേജ് കൂടുതൽ വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നു. അതിനാൽ V = I. ഉദാഹരണം 2. നമുക്ക് ഒരു മണൽ സമയ ക്ലോക്ക് ഉണ്ടാക്കാം. സാധ്യതയുള്ള ഊർജം കാരണം ചെറിയ കഴുത്തിലൂടെ മുകൾ ഭാഗത്ത് നിന്ന് താഴത്തെ ഗ്ലാസിലേക്ക് മണൽ നിയന്ത്രിതമായി ഒഴുകാൻ ഇത് അനുവദിക്കുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയെ വോൾട്ടേജായും മണൽ കറന്റ് ഫ്ലോയായും ഷോർട്ട് നെക്ക് പ്രതിരോധമായും പരിഗണിക്കുക. ടൈമറിലെ ഒരു ചെറിയ കഴുത്ത് നിലവിലെ ഒഴുക്ക് കുറയ്ക്കുന്നു. അതുപോലെ പ്രതിരോധം കണ്ടക്ടറിലെ നിലവിലെ ഒഴുക്ക് കുറയ്ക്കുന്നു. വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ഒരു കണ്ടക്ടറാണ് പ്രതിരോധം. ഒരു ചെറിയ ചാലകത ഉള്ളതിനാൽ വെള്ളി വൈദ്യുതിയുടെ ഏറ്റവും മികച്ച കണ്ടക്ടറാണ്. യൂണിറ്റ്സ്. എന്താണ് യൂണിറ്റുകൾ? പഞ്ചസാര വാങ്ങാൻ പലചരക്ക് കടയിൽ പോയാൽ കടയുടമ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് എന്ന്. അപ്പോൾ നിങ്ങളോട് അത് ഗ്രാമിലോ കിലോഗ്രാമിലോ നൽകാൻ ആവശ്യപ്പെടും. ഈ സാഹചര്യത്തിൽ ഗ്രാം യൂണിറ്റുകളിലെ പഞ്ചസാരയുടെ അളവ് പ്രതിനിധീകരിക്കുന്നു. കൂടാതെ ഇലക്ട്രിക്കൽ പാരാമീറ്ററുകളും യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1. വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ഇത് V അല്ലെങ്കിൽ E എന്ന അക്ഷരത്തിൽ സൂചിപ്പിക്കുന്നു. 2. വൈദ്യുതധാരയുടെ യൂണിറ്റ് ആംപിയർ ആണ്. ഇത് I എന്ന അക്ഷരത്തിൽ സൂചിപ്പിക്കുന്നു. 3. ഓം പ്രതിരോധത്തിന്റെ യൂണിറ്റാണ്. ഇത് R എന്ന അക്ഷരത്തിൽ സൂചിപ്പിക്കുന്നു. പാരാമീറ്ററുകൾ: വോൾട്ടേജ്, യൂണിറ്റ്സ് വോൾട്ട്, ഉപയോഗിക്കുന്ന അക്ഷരം V അല്ലെങ്കിൽ E, കറന്റ്, ആംപിയർ, ഉപയോഗിക്കുന്ന അക്ഷരം I, പ്രതിരോധം ഓം, R. ഓമിന്റെ ത്രികോണ നിയമം. ഒരു ത്രികോണം വരച്ച് അതിനെ 3 ഭാഗങ്ങളായി വിഭജിക്കുന്നു. വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് എന്നിവയുടെ പാരാമീറ്ററുകൾ ഉപയോഗിച്ച് ത്രികോണത്തിന്റെ ഭാഗങ്ങൾ അവയുടെ E അല്ലെങ്കിൽ V, I, R എന്നിവ ഉപയോഗിച്ച് വിഭജിക്കുക. എ. സർക്യൂട്ടിലെ വോൾട്ടേജ് കണ്ടെത്താൻ E അല്ലെങ്കിൽ V എന്ന അക്ഷരം മറയ്ക്കുക. അങ്ങനെ V അല്ലെങ്കിൽ E = I, R എന്ന് ലഭിക്കും. ബി. I കണ്ടെത്താൻ I ത്രികോണത്തിൽ മറയ്ക്കുക. I = V/R എന്ന് ലഭിക്കും. സി. R കണ്ടെത്താൻ ത്രികോണത്തിൽ നിന്നും R മറയ്ക്കുക. R = V/I.
നമുക്ക് ലളിതമായ സർക്യൂട്ടുകൾ പരിഹരിക്കാം. എ. ഐ കണ്ടെത്താൻ വോൾട്ടേജിന്റെ മൂല്യം 10ആയും പ്രതിരോധത്തിന്റെ മൂല്യം 5ആയും ഇടുന്നു. I ഈസ് ഈക്വൽ ടു വി ബൈ ആർ. I ഈസ് ഈക്വൽ ടു 10/5. I ഈസ് ഈക്വൽ ടു 2 ആംപിയേഴ്സ്. കറണ്ട് 2 ആംപിയറായി നിങ്ങൾക്ക് ലഭിക്കും. ബി. പ്രതിരോധത്തിന്റെ മൂല്യം കണ്ടെത്താൻ ഫോർമുലയിൽ വോൾട്ടേജ് 10ആയും കറണ്ട് 2ആയും ഇടുക. R ഈസ് ഈക്വൽ ടു വി ബൈ ഐ. R ഈസ് ഈക്വൽ ടു 10/2. R ഈസ് ഈക്വൽ ടു 5 ഓം. പ്രതിരോധശേഷി 5 ഓം ആയി ലഭിക്കുന്നു. സി. അതുപോലെ വോൾട്ടേജ് കണ്ടെത്തുന്നതിന് ഫോർമുലയിൽ കറന്റ്, റെസിസ്റ്റൻസ് എന്നിവയുടെ മൂല്യങ്ങൾ 2ഉം 5ഉമായി മാറ്റിസ്ഥാപിക്കുക. വി ഈസ് ഈക്വൽ ടു ഐ ആർ. വി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5. വി ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. വോൾട്ടേജ് 10 വോൾട്ട് എന്ന് ലഭിക്കും. വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.